കാലഹരണപ്പെട്ട MiG-31 പകരമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന റഷ്യയുടെ 6ാം തലമുറ സ്റ്റെൽത്ത് ഇന്റർസെപ്റ്റർ ആണ് PKDP എന്നും അറിയപ്പെടുന്ന MiG-41. മിഖായിൽ വികസിപ്പിച്ചെടുത്ത MiG-41 മാർക്ക് 4 വരെ വേഗത കൈവരിക്കാൻ ലക്ഷ്യമിടുന്നു. ഇതുവരെ നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വേഗതയേറിയ വിമാനങ്ങൾ ഒന്നാണ് ഇതെന്നാണ് റഷ്യ വാദിക്കുന്നത്. ഇതിന്റെ അത്യാധുനിക ഡിസൈൻ സ്റ്റെൽത്ത് നൂതന സാമഗ്രികളും സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് റഡാർ ദൃശ്യപരിധി കുറയ്ക്കുകയും അതിന്റെ അജ്ഞത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അത്യാധുനിക സംവിധാനങ്ങളാൽ സജ്ജീകരിച്ചിരിക്കുന്ന MiG-41 ഹൈപ്പർസോണിക് മിസൈലുകളെ തടസ്സപ്പെടുത്തുകയും മിസൈൽ വിരുദ്ധ ലേസറുകൾ ഉപയോഗിക്കുകയും ബഹിരാകാശത്തിന് സമീപമുള്ള പരിതസ്ഥിതികളിൽ പ്രവർത്തിക്കുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ കഴിവുകൾ മിസൈൽ പ്രതിരോധത്തിലും ബഹിരാകാശ പ്രവർത്തനങ്ങളിലും അതിന് പ്രധാന പങ്കിനെ കുറിച്ച് സൂചന നൽകുന്നു. അതുപോലെ തന്നെ ഭാവിയിൽ ആളില്ലാ വിമാനമായി ഇത് പ്രവർത്തിക്കാനും സാധ്യതയുണ്ട്. അതിനുവേണ്ടിയും റഷ്യ പദ്ധതിയിടുന്നുണ്ട്. ഇത് സ്വയം ഭരണാധികാരമുള്ള യുദ്ധ സംവിധാനങ്ങൾക്ക് തുടക്കമിടാനുള്ള റഷ്യയുടെ പ്രതിബദ്ധതയാണ് പ്രതിഫലിപ്പിക്കുന്നത്. PAK-DP എന്നറിയപ്പെടുന്ന MiG-41 റഷ്യയുടെ നിർദ്ദിഷ്ട 6ാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്റർ ആണ്. US എയർഫോഴ്സിന്റെ B-21 റൈഡർ ബോംബറിന് സമാനമായി പുതിയ സാങ്കേതിക വിദ്യയും രഹസ്യ സ്വഭാവവും സംയോജിപ്പിക്കുന്നതാണ് റഷ്യയുടെ ഈ അഭിലാഷ പദ്ധതി. ഉക്രൈനിലെ യുദ്ധം റഷ്യൻ സൈന്യത്തിന്റെയും അതിന്റെ ഉപകരണങ്ങളുടെയും വലിയ ബലഹീനതകൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ. പാശ്ചാത്യ ആയുധ സംവിധാനങ്ങൾ അവരുടെ റഷ്യൻ എതിരാളികളെക്കാൾ മികച്ചതാണെന്ന് പോരാട്ടം തെളിയിച്ചു കഴിഞ്ഞു. കൂടാതെ സൈനിക പ്രകടനം മെച്ചപ്പെടുത്തുന്നതിനായി വരും വർഷങ്ങളിൽ പുതിയ ആയുധങ്ങൾ തങ്ങളുടെ ആയുധപ്പുരയിലേക്ക് കൊണ്ടുവരാനാണ് ഇപ്പോൾ മോസ്കോ ശ്രമിക്കുന്നത്. അങ്ങനെ റഷ്യയുടെ ഏറ്റവും വലിയ പദ്ധതികളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ MiG-41 യുദ്ധവിമാനം. ഈ വിമാനം ഇപ്പോഴും രൂപകൽപ്പനയിലാണ്. അതിനാൽ തന്നെ MiG-41 കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും റഷ്യ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. ഒരു ഇന്റർസെപ്റ്റർ എന്ന നിലയിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സും ചൈനയും നിലവിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭാവി നിരീക്ഷണ വിമാനങ്ങളെ കടത്തിവെട്ടുക എന്ന പ്രാഥമിക ദൗത്യമാണ് റഷ്യക്കുള്ളത്. ചില റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഹൈപ്പർസോണിക് ആയുധങ്ങളെ തടസ്സപ്പെടുത്താനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതിന് നിരവധി സബ് മിസൈലുകൾ വിതരണം ചെയ്യുന്ന മൾട്ടി ഫങ്ഷണൽ ലോങ് റേഞ്ച് ഇന്റർസെപ്റ്റർ മിസൈൽ സിസ്റ്റം വഹിക്കുന്നതിലൂടെ ഹൈപ്പർസോണിക് മിസൈലുകളുടെ ഒരു ഇന്റർസെപ്റ്ററായി മാറാനാണ് PAK-DP വിഭാവന ചെയ്തിരിക്കുന്നത്. 2025 ഇതിന്റെ ആദ്യ പറക്കൽ നടത്തുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. നിലവിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇതിന്റെ വേഗത മാക്ക് 4 അല്ലെങ്കിൽ മണിക്കൂറിൽ 3000 മൈലുകൾ വരെ ഉയർന്ന ഉയരത്തിൽ പ്രവർത്തിക്കുന്നു. ശത്രുവിന്റെ വ്യോമ പ്രതിരോധത്തിലേക്ക് തുളച്ചു കയറാനും അനുവദനീയമല്ലാത്ത പരിതസ്ഥിതികളിൽ പരമ്പരാഗതവും ആണവായുധങ്ങളും എത്തിക്കാനുമായിട്ടാണ് അമേരിക്കയുടെ പുതിയ ബോംബർ B-21 റൈഡർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അത് നേടുന്നതിന് അതായത് അമേരിക്കയുടെ ഈ B-21 റൈഡറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പ്രത്യേകതകളാണ് അതിന്റെ വേഗതയും രഹസ്യ സ്വഭാവവും. അതായത് ഒരു വിമാനം തടസ്സപ്പെടുത്താൻ കഴിയാത്തത്ര വേഗത്തിലാണെങ്കിൽ അതിനെ ശക്തമായ ഒരു എയർ ഡിഫൻസിൽ തുളച്ചു കയറാൻ സാധിക്കും. അതുപോലെ തന്നെ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയിലൂടെ ഒരു വിമാനത്തിന് അതിനെ മറയ്ക്കാനും സാധിക്കും. F-35 ലൈറ്റനിങ് II സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് അത്തരം ഒരു വിമാനമാണ്. ഇങ്ങനെ ഒരു ഫൈറ്റർ ജെറ്റിൽ വേഗതയും ഈ രഹസ്യ സ്വഭാവവും സംയോജിപ്പിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഇപ്പോൾ റഷ്യൻ എയറോസ്പേസ് ഡിഫൻസ് വ്യവസായം MiG-41 രൂപത്തിൽ അത് ചെയ്യാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. MiG-41 കുറിച്ചുള്ള വിശദാംശങ്ങൾ ഒരു പരിധി വരെ അവ്യക്തമാണ്. എങ്കിലും ഇത് മാർക്ക് 3 മുതൽ 4 വരെയുള്ള വേഗതയിൽ എത്തുമെന്നും ബഹിരാകാശ നിലവാരത്തിനടുത്തുള്ള ഉയരത്തിൽ എത്തുമെന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഈ MiG-41 5ാം തലമുറയിലെയും 6ാമത്തെയും തലമുറ പോരാളികളുടെ സ്വഭാവ വിശേഷങ്ങൾ ഉൾക്കൊള്ളുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. സ്റ്റെൽത്ത് കഴിവുകൾ ഉൾപ്പെടെ പ്രതിരോധത്തിനായി ലേസർ പോലുള്ള മിസൈൽ വിരുദ്ധ നടപടികൾ നേരിട്ട് ഇതിനെ ഉപയോഗിക്കാൻ സാധിക്കും. PAK-DP എന്നും അറിയപ്പെടുന്ന MiG-41 റഷ്യയുടെ അടുത്ത തലമുറ ഇന്റർസെപ്റ്ററിനെയും ഹെവി ഫൈറ്റർ എയർക്രാഫ്റ്റിനെയും പ്രതിനിധീകരിക്കുന്നു. കാലപ്പഴക്കം ചെന്ന MiG-31 ഇന്റർസെപ്റ്റർ വിമാനത്തിന്റെ പിൻഗാമിയായിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ലഭ്യമായ റിപ്പോർട്ടുകൾ പ്രകാരം സൂപ്പർസോണിക് വേഗത, സ്റ്റെൽത്ത് ടെക്നോളജി, ബഹിരാകാശത്ത് പ്രവർത്തിക്കാനുള്ള ശേഷി എന്നിവയുൾപ്പെടെയുള്ള വിപുലമായ കഴിവുകളുടെ ഒരു ശ്രേണി MiG-41 ഉണ്ടായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ദീർഘദൂര എയർ ടു എയർ മിസൈലുകളും ഹൈപ്പർസോണിക് ആയുധങ്ങളും ഉൾപ്പെടെയുള്ള നൂതന സെൻസറുകളും ആയുധ സംവിധാനങ്ങളും ഇതിൽ സജ്ജീകരിക്കും. മാക്ക് 3 മുതൽ 5 വരെ വേഗതയിൽ 2175 മുതൽ 3625 മൈൽ വരെ വേഗത കൈവരിക്കാൻ ഇതിനു കഴിയും. ഇതുവരെ അറിയപ്പെടാത്ത ഒരു എഞ്ചിൻ ഉപയോഗിച്ചാണ് ഈ വിമാനം പ്രവർത്തിക്കുന്നത്. ഈ വിമാനത്തിന് 1,31,234 അടി വരെ ഉയരത്തിൽ പറക്കാനും ഒരു ഇന്ധന ടാങ്കിൽ 4350 മൈൽ ദൂരം സഞ്ചരിക്കാനും കഴിയും. മാത്രമല്ല ഹൈപ്പർസോണിക് ആയുധങ്ങളുടെ വാഹകനായും അത്തരത്തിലുള്ള ഒരു അന്വേഷകനായും MiG-41 ലക്ഷ്യമിടുന്നു.
അതുപോലെ തന്നെ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയുടെ മറവിൽ ഒരു കോമ്പാക്ട് ലേസർ അല്ലെങ്കിൽ വൈദ്യുത കാന്തിക പീരങ്കി ഉപയോഗിച്ച് ഇത് സജ്ജീകരിക്കും. 2025-ലാണ് ഇതിന്റെ ആദ്യ വിമാനം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. എന്നാൽ റഷ്യയുടെ ഈ 6ാം തലമുറ യുദ്ധ വിമാനത്തെ പറ്റി പാശ്ചാത്യ വിദഗ്ധർ സംശയവും അതോടൊപ്പം തന്നെ ശുഭാപ്തി വിശ്വാസവും പ്രകടിപ്പിക്കുന്നുണ്ട്. പോസിറ്റീവ് വശത്തു നിന്ന് നോക്കുകയാണെങ്കിൽ ചില വിദഗ്ധർ പറയുന്നത് ഇത് ഹൈപ്പർസോണിക് വേഗതയും നൂതനമായ സ്റ്റെൽത്ത് കഴിവുകളും ഉൾപ്പെടുന്ന അതിമോഹമായ രൂപകൽപ്പനയിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നാണ്. ഈ സവിശേഷതകൾ യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ ഹൈപ്പർസോണിക് മിസൈലുകളെ ചെറുക്കാനും ബഹിരാകാശത്തിന് സമീപമുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും കഴിവുള്ള അതിശക്തമായ ഒരു ഇന്റർസെപ്റ്ററായി MiG-41 മാറിയേക്കാം. അതുപോലെ തന്നെ ഇതിന് മാക് 4-നും മാക് 5-നും ഇടയിൽ വേഗത കൈവരിക്കാൻ കഴിയും. ഇതുവരെ വിഭാവനം ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വേഗതയേറിയ യുദ്ധവിമാനങ്ങൾ ഒന്നായി ഇത് മാറിയേക്കാം. എന്നാൽ മറ്റൊരു കൂട്ടം വിദഗ്ധർ പറയുന്നത് ഈ MiG-41 പദ്ധതി എന്ന് പറയുന്നത് ഏറെക്കുറെ ഊഹക്കച്ചവടമായി തന്നെ തുടരുന്നു എന്നാണ്. അതായത് റഷ്യയുടെ ബഹിരാകാശ വ്യവസായത്തിന്റെ ബുദ്ധിമുട്ടുകൾ കാരണം ഒരിക്കലും ഇത് യാഥാർത്ഥ്യമാകില്ല എന്നും ഇവർ വാദിക്കുന്നു. അതുപോലെ തന്നെ ഇത്തരം ഒരു 6ാം തലമുറ യുദ്ധവിമാനം വികസിപ്പിക്കുന്നതിന് ഇതുവരെ നിലവിലില്ലാത്ത സാങ്കേതിക മുന്നേറ്റങ്ങൾ ആവശ്യമാണ് എന്നും ഉക്രൈനിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം ഈ പദ്ധതിയിൽ നിന്ന് നിർണായക വിവരങ്ങൾ വഴിതിരിച്ചു വിട്ടേക്കാമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അതുപോലെ തന്നെ MiG-41 US-ന്റെയും ചൈനയുടെയും അടുത്ത തലമുറ പോരാളികളുമായി മത്സരിക്കാനുള്ള റഷ്യയുടെ വ്യാജ ശ്രമമാണ് എന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. അതായത് ഇത് യാഥാർത്ഥ്യത്തെക്കാൾ കൂടുതൽ പ്രചാരണമാണ് എന്ന് പറയുന്നു. അതായത് പ്രത്യേകിച്ച് മാക് 4-നോ അതിനു മുകളിലോ ഉള്ള ഒരു സൂപ്പർസോണിക് ഫ്ലൈറ്റിന് അമിതമായ ചൂടും അതോടൊപ്പം തന്നെ അതിനാവശ്യമുള്ള ഇന്ധനവും കണക്കിലെടുക്കുമ്പോൾ ഇതൊരു സാങ്കേതികമായ മുന്നേറ്റങ്ങളും സാമ്പത്തിക നിക്ഷേപവും ഇല്ലാത്ത ഒരു സ്വപ്ന പദ്ധതിയായി തുടരാനാണ് സാധ്യത. എന്നാൽ MiG-41ന്റെ പിന്നിലെ മസ്തിഷ്ക ശക്തിയായ മിഖോയൻ ഗുരുവിച്ചിന്റെ തലവനായ സെർജി കൊറോട്ടോക്കോവിന്റെ അഭിപ്രായത്തിൽ MiG-31ന്റെ പിൻഗാമിയാണ് MiG-41. അത്യാധുനിക ഇന്റർസെപ്റ്റർ ആയിരിക്കും ഇതുമെന്നും കൊറോട്ടോക്കോവ് എടുത്തു കാണിച്ചു. അത്യാധുനിക വേഗത്തിലും ഉയരത്തിലും പ്രവർത്തിക്കാൻ പ്രാപ്തമാണ് ഇതെന്നും ബഹിരാകാശ പരിസരങ്ങൾ പോലും എത്താൻ സാധ്യതയുണ്ട് എന്നുമാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ റഷ്യയുടെ ഭാവി വ്യോമ പ്രതിരോധ തന്ത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായി ഇത് മാറുമെന്നും അദ്ദേഹം പറയുന്നു. നിലവിൽ ഒരു രാജ്യവും 6ാം തലമുറ വിമാനം വിജയകരമായി നിർമ്മിച്ചിട്ടില്ല. കൂടാതെ റഷ്യ, ചൈന, USA എന്നീ 3 രാജ്യങ്ങൾ മാത്രമേ 5ാം തലമുറ യുദ്ധ വിമാനങ്ങൾ നിർമ്മിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിക്ക് റഷ്യൻ ഗവൺമെന്റിന്റെ വിവിധ തലങ്ങളിൽ നിന്ന് പിന്തുണയും ലഭിക്കുന്നുണ്ട്. MiG-41 വരും ദശകങ്ങളിൽ റഷ്യയുടെ സാങ്കേതികവും സൈനികവുമായ ശക്തിയെ പ്രതിനിധീകരിക്കും എന്ന ഉറച്ച വിശ്വാസവുമുണ്ട്. MiG-41ന്റെ സാധ്യതകളിൽ ആത്മവിശ്വാസം ഉയർന്നതാണ്. ചില ഉദ്യോഗസ്ഥർ 2030ഓടെ ഈ വിമാനം പ്രവർത്തനക്ഷമമാകുമെന്നും പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് റഷ്യയുടെ വ്യോമ പ്രതിരോധ ശേഷിയിൽ ഗണ്യമായ മുന്നേറ്റം കുറിക്കും. അതുപോലെ തന്നെ വിവിധ റഷ്യൻ നേതാക്കളും ഉദ്യോഗസ്ഥരും MiG-41 പദ്ധതിയെ പിന്തുണച്ച് ശബ്ദമുയർത്തുന്നുമുണ്ട്. രാജ്യത്തിന്റെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിൽ അതിന്റെ നിർണായക പങ്ക് ഊന്നി പറയുകയും ചെയ്യുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.